നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരെ ഭയക്കുന്നുണ്ടെങ്കിൽ അത് മമതാ ബാനർജി ആണെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊത്ത എതിരാളിയാണ്. എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത്. ബി ജെ പി ഇപ്പോൾ നമുക്കറിയാമല്ലോ, ശോഭാ സുരേന്ദ്രൻ പണം കൊടുക്കുന്നത് കൈയോടുകൂടി പിടിക്കപ്പെട്ടു, തൃശ്ശൂരിൽ കിറ്റ് കൊടുക്കുന്നത് പിടിക്കപ്പെട്ടു, അതുപോലെ നേമത്ത് മദ്യം കൊടുക്കുന്നത് പിടിക്കപ്പെട്ടിട്ടും ഒരു ആക്ഷനും ഇല്ലല്ലോ. അല്ല, ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം അത് പിന്നെ സമയമൊക്കെ എടുക്കും. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പ് ആക്ഷൻ ഉണ്ടാവില്ലല്ലോ. ആക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതല്ലോ. അറിയാം. അല്ല, അതൊക്കെ ബി ജെ പിക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ അവർ ചെയ്യണം. പക്ഷെ അങ്ങനെ ആക്ഷൻ ഉണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് അവർ ചെയ്യുമ്പോൾ അവർക്കൊത്ത എതിരാളിയാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പോലെയല്ല, അവർക്കൊത്ത എതിരാളിയാണ് മമതാ ബാനർജി എന്ന് പറഞ്ഞത്. മമതാ ബാനർജി ഇതുപോലെ തന്നെയാണ്, എന്തും ചെയ്തും അവരെന്ത് ചെയ്യും, ജയിക്കും എന്നുള്ളത് കാര്യം. നമ്മൾ കാണേണ്ടത് 95 ലക്ഷത്തോളം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടല്ലോ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുമല്ലോ, യാതൊരു സംശയവും വേണ്ടല്ലോ. അല്ല, അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും, അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഉറച്ച വിശ്വാസം ബി ജെ പിക്ക് ഇല്ല. അതിനുവേണ്ടിയിട്ടാണ് ബി ജെ പി ഏറ്റവും ഒടുവിലത്തെ വജ്രായുധമായിട്ടുള്ള ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ശരിക്കും ബി ജെ പിയുടെ ഏജന്റ് ആണ്. അദ്ദേഹം ബി ജെ പിയുടെ ഏജന്റാണ്. കാരണം സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വീഡിയോ.